कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमालिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमालिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्री स्वामिनि श्रित जनप्रिय दानशीले श्री वेङ्कटेश दयिते तव सुप्रभातम् मातः समस्त जगतां मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्री स्वामिनि श्रित जनप्रिय दानशीले श्री वेङ्कटेश दयिते तव सुप्रभातम् तव सुप्रभातमरविन्दलोचने भवतु प्रसन्नमुखचन्द्रमण्डले विधिशङ्करेन्द्र वनिता वृषशैलनाथ दयिते दयानिधे अत्र्यादि सप्त ऋषयः समुपास्य सन्ध्याम् आकाश सिन्धु कमलानि मनोहराणि आदाय पादयुगमर्चयितुं प्रपन्नाः शेषाद्रिशेखर विभो तव सुप्रभातम् पञ्चाननाब्ज भव षण्मुख वासवाद्याः त्रैविक्रमादिचरितं विबुधास्तुवन्ति भाषापतिः पठति वासर शुद्धिमारात् शेषाद्रिशेखर विभो तव सुप्रभातम् ईषत् प्रफुल्ल सरसी നമ്മുടെ മലയ്ക്ക് പോകാൻ വാലിട്ടതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ മൈ ലൈഫാണ്. അപ്പോൾ നമ്മുടെ അച്ഛനും ലേറ്റ് ആയിട്ടോ 5:30 ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ 6:15 സമയം. അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ പാറുമ്പോഴോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുളി കഴിഞ്ഞ് അച്ചാച്ചനും മക്കളും ചായക്കടയിൽ പോയി അമ്പലത്തിൽ പോയി തൊഴുത് പാല് മേടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ ഓൾറെഡി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാറുവിനെ 5:45 പാറുവിനെ എണീപ്പിച്ചത്. അപ്പോൾ ഇത്തിരി മടി ഉണ്ടായിരുന്നു, ഉറങ്ങാൻ ഇത്തിരി ലേറ്റായി. പിന്നെ തൊട്ട് നല്ലോണം നേരത്തെ ആളെ കെടുത്തി ഉറക്കണം, എന്നാലേ അവൾക്ക് രാവിലെ എണീറ്റ് അവളുടെ ഉറക്കത്തിൻ്റെ ടൈമിനൊക്കെ ഒന്ന് ശരിയാവത്തുള്ളൂ. അപ്പോൾ എന്താണ് ശരണത്തിന് അകത്തത്തെ മൈൻഡ് ഭയങ്കര സൂപ്പറായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് അച്ഛനമ്മൊക്കെ വരുന്നുണ്ട്. നമ്മളെ ആസ് യൂഷ്വൽ നമ്മൾ അടുക്കളയൊക്കെ ഇന്നലെ തന്നെ നമ്മൾ അടുക്കളയും ഹാളും എല്ലാം തുടച്ചിട്ടാണ് ഇടുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് തുടക്കുന്നില്ല, രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പണി എന്ന് പറയുന്നത് ഫ്ലാസ്കിൽ നമ്മുടെ കട്ടൻ ചായ ഒഴിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇപ്പം അമ്മ മാത്രമേ ചായ കുടിക്കുകയുള്ളൂ കട്ടൻ, എന്നാലും ഞങ്ങൾ ഒഴിച്ച് വയ്ക്കും. ഇന്ന് സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷെ ചെറിയൊരു വിഷമമുണ്ട് എനിക്ക്. എല്ലാ പ്രാവശ്യവും എൻ്റെ ഉഴുന്ന് ഇങ്ങനെ മറിഞ്ഞ് കവിഞ്ഞ് നിങ്ങൾ കാണാറുണ്ടല്ലേ, പക്ഷേ ഇപ്രാവശ്യവും ഉഴുന്ന് ചെറിയ രീതിയിൽ മാത്രം പൊന്തിയുള്ളൂ. ഞാൻ വലിയൊരു എക്സ്പെക്റ്റേഷനിലാണ് അടുക്കളയിലേക്ക് കയറിയത്. അതൊരു കണ്ണിന് കുളിർന്നുള്ളൊരു കാഴ്ചയാണത്. പക്ഷേ എന്താണെന്നറിയില്ല, ഉഴുന്ന് പൊന്തിയില്ല ഗൈസ്. പൊന്തി വളരെയധികം പൊന്തി പുറത്തേക്ക് ഇങ്ങനെ പോയി ഒരു 8-ൻ്റെ 16ൻ്റെ പണി ഉണ്ടാവാറുണ്ടെങ്കിലും അതെനിക്ക് മനസ്സിന് ഭയങ്കര കുളിർമയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഇഡലി അല്ലെങ്കിൽ ദോശ കട്ട ഫ്ലോപ്പാണ്. ഇഡലി ഉണ്ടാക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. നമ്മൾ മാലിട്ടതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം മാലിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ പോസ്റ്റ് ആക്കണത്. അപ്പോൾ ഇഡ്ഡലിക്കാകുമ്പോൾ നമ്മൾ നല്ല കട്ടിയിൽ മാവ് എടുക്കണം. ദോശയ്ക്കാകുമ്പോൾ അറിയാമല്ലോ കുറച്ചും കൂടെ ലൂസായിരിക്കും. അപ്പോൾ നമ്മളിത് തട്ടിലേക്കൊക്കെ ഇഡ്ഡലി വെച്ചിട്ട് നമ്മൾ ആവി കയറ്റാൻ പോവുകയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും എല്ലാവരും പറയാറുണ്ട് നമ്മൾ ഉഴുന്നരച്ച് വെക്കുന്ന പാത്രം കുറച്ച് വലുതാക്കാൻ. പക്ഷേ ആ പാത്രം വലുതാക്കിയാലും നമുക്കത് പൊന്തി പോവാറുണ്ട്. ഇത് അരപ്പിനെന്തോ പ്രശ്നം പറ്റിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അയിനു കീത്തുൻ്റെ കൂടെ തന്നെ വെളുപ്പിന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അവിയലിനുള്ള കഷ്ണങ്ങൾ നന്നാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് അച്ഛനമ്മൊക്കെ വരുന്നുണ്ട്, ചാന്തും സഞ്ജുവൊക്കെ വരുന്നുണ്ട്. നമ്മളിവിടെ കന്യാസ്വാമികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബക്കാരൊക്കെ സ്വാമിനെ കാണാൻ വരും. അതായത് എല്ലാവിധ പലഹാരങ്ങളല്ല വീട്ടു സാധനങ്ങളാണ് കൂടുതൽ. കൊലകൾ, പഴക്കൊലകളൊക്കെ കൊണ്ടുവരും. ഇവിടെ ഉള്ളൊരു ചടങ്ങാണ്. കന്യാസ്വാമികളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വരും. അല്ലെങ്കിൽ സാധാ സ്വാമികളെടുത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് ചെല്ലും. അതിവിടെ ഉള്ളൊരു ചടങ്ങാണ് കേട്ടോ. ഈ അവയിലിന് കഷ്ണം നുറുക്കുക എന്നുള്ളൊരു സംഭവം ഞാനിപ്പോൾ അടുത്താണ് ശരിക്കും പഠിച്ചത്. സാമ്പാറിൻ്റെ കഷ്ണവും അവയിലിൻ്റെ കഷ്ണമൊക്കെ ഏകദേശം ഒരുമിച്ചാണ് ഞാൻ അരിയാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് കീത്തും നമ്മുടെ കഷ്ണങ്ങൾ അരിയുന്നതിൽ കൂട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും വെജിറ്റബിൾ ആണല്ലോ. വീട്ടിൽ നിന്ന് അവർ ഉച്ചഭക്ഷണത്തിന് ഉണ്ടാവണതുകൊണ്ട് തന്നെ ഒരു സദ്യ പോലെ ആയിക്കോട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചു. സാമ്പാറും അവിയലും ക്യാബേജും തൈരും ഇഞ്ചമ്പുളിയും 2 തരം ചമ്മന്തിയും എല്ലാതും ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ ഉച്ചഭക്ഷണം. രാവിലത്തെ സാമ്പാർ പ്രിപ്പറേഷൻ രാവിലെ തന്നെ നമുക്കിപ്പോൾ കഴിയും. അമ്മ കായം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതിനൂസ് അവിടെ ഇരുന്നിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്. പാറുമോള് വെളുപ്പിന് തന്നെ എണീക്കും. വെളുപ്പിനെന്ന് പറഞ്ഞാൽ വളരെ പുലർച്ചെ. ഞാൻ എഴുന്നതിനേക്കാളും മുമ്പ് തന്നെ എണീക്കും. അച്ഛനും മോളും താഴെ കിടക്കുക. അച്ഛനും മോളല്ല, അച്ചാച്ചനും മോളും ഒരുമിച്ച് താഴെ റൂമിൽ പായയില കിടക്കുക. അച്ചാച്ചൻ എണീക്കുന്നതോടൊപ്പം തന്നെ പാറുമോളും എണീക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ അവയിലിൻ്റെ കഷ്ണം ഫുള്ള് നുറുക്കി. അപ്പോഴത്തേനും പാറു ഒരമ്പലത്തിൽ പോയി ചായ കുടിച്ച് തിരിച്ചു വന്നു കേട്ടോ. എന്നിട്ട് അയിനു എണീറ്റ് നിൽക്കണ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ വേറൊരു അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് പാറുമോളെ അയിനൂസിനെ കൊണ്ട് അമ്പലത്തിൽ പോവാണ്. നമ്മുടെ കുട്ടച്ഛന് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടൊക്കെ ഈ ഒരു സംഭവം ചെയ്യിക്കാൻ ഇച്ചിരി ഇഷ്ടമാണ്. അതായത് ഭയങ്കര ഒരു ഐശ്വര്യമാണ് മക്കളെ എന്ന് പറയും. ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ചെയ്യാനായിട്ട്. പാറുമോളും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇത് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അവളെ വല്ലാത്ത രീതിയിലൊന്നും നിർബന്ധിക്കേണ്ടി വരുന്നില്ല. അതായത് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല. രാവിലെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും, നിർബന്ധിച്ച് ശരണം വിളിപ്പിക്കേണ്ടി വരും, നിർബന്ധിച്ച് അമ്പലത്തേക്ക് പറഞ്ഞയക്കേണ്ടി വരും. പക്ഷേ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അവളെല്ലാതും വളരെ ഭക്തിയോടുകൂടി ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ ഇഡലി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇഡലി ഭയങ്കര സോഫ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്തൊന്നും ഇത്രയും പൂ പോലത്തെ ഇഡലി കിട്ടിയിട്ടില്ല. നിറഞ്ഞു കവിഞ്ഞ് പോയില്ലെങ്കിലും എന്തോ മാവ് അരയ്ക്കുന്നതിൽ എന്തുകൊണ്ടാണ് നിറഞ്ഞു കവിഞ്ഞ് പോകണമെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണിത് പൊന്താണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തിരുന്നാലും നല്ല രീതിയിൽ ഇഡലി പൊന്തി നല്ല സോഫ്റ്റായി കിട്ടി. പൊന്നിക്കുന്നത് ശരണം വിളിക്കുകയാണ് കേട്ടോ. ശരണമയ്യപ്പ വാവരിൻ തോഴരേ ശരണമയ്യപ്പ.
ശരണയ്യപ്പ സ്വാമി ശരണയ്യപ്പ സ്വാമി ശരണയ്യപ്പ ദേവി ശരണയ്യപ്പ കാനനവാസനീ എന്താ ശരണം വിളിയോട് കൂടിയിട്ട് പാചകം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. സാമ്പാറേക്കൊക്കെ താളിച്ചിട്ടിട്ടുണ്ട്. ഇനി അവിയലിനുള്ള പരിപാടി കീത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് നമ്മളൊക്കെ പണ്ട് വിചാരിച്ചിരുന്നത് അവിയലൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പണിയെന്നാണ്. പക്ഷേ ഈ അവിയലൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ഗൈസ്, വെരി സിമ്പിൾ. നമ്മുടെ കാശിക്കുട്ടനും മല്ലൂസും അപ്പോഴത്തേനും എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. കുറേ നേരത്തെ എണീക്കാനല്ലേ, ഇനി കുറച്ച് നാൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അത് ശീലമായിക്കോളും. പക്ഷെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് എങ്ങനെയായാലും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അല്ലേ. കഴിട്ട് പെൺകുട്ടികളാവുന്നത് ഒരു മിനിറ്റ്, എന്റെ മുടി ഒന്ന് കെട്ടട്ടെ. ഞാൻ മുടി കെട്ടട്ടെ അമ്മ, മുടി കെട്ടട്ടെ, മുടി കെട്ടട്ടെ, മുടി കെട്ടട്ടെ, മുടി കെട്ടട്ടെ. കയ്യോതെ സാമിനെ വിളിച്ചേ, അച്ഛ പിടിക്കാം, അച്ഛ പിടിക്കാം, അച്ഛ പിടിച്ച് തരാം, ആകാശിക്ക് തരാം, ആകാശിക്ക് തരാം. ഗീതു അയിനു ഇത് അയിന്റെ അയിനു ദേശ സ്പാശി സാമിയേ വിളിക്ക്, സാമിയേ വിളിച്ചേ. അയിനു കാശി സ്വാമിയേ ശരണമയ്യപ്പ പറഞ്ഞേ. ചിച്ചിച്ച സ്വാമിയേ ആ വിളിക്ക്, സ്വാമിയേ ചിത്തല്ല ശരണമയ്യപ്പ അയ്യപ്പ പറഞ്ഞേ. അയ്യപ്പ തൊഴു, തമ്പായ തൊഴു, തമ്പായ തൊഴു, ചെല്ലു 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 തൊഴു, തൊട്ടുകര വയ്ക്ക് ചെല്ലു. ഇനിയപ്പോൾ സ്വാമിമാർക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. നമ്മൾ ആദ്യം തന്നെ സ്വാമിമാർക്കുള്ള ഫുഡ് മാറ്റി വയ്ക്കും. ഇവർക്ക് വെച്ചിരിക്കുന്ന ഫുഡിൽ നമ്മൾ കഴിക്കത്തുമില്ല കേട്ടോ. പിന്നെ ആദ്യം അവർക്ക് വിളമ്പിയിട്ട് നമ്മൾ കഴിക്കും. പിന്നെ അച്ഛനൊക്കെ എപ്പോഴും പറയും ഇഡലി നല്ലോണം വരികയാണെങ്കിൽ ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം കേട്ടോ മക്കളെന്ന്. പക്ഷേ ചമ്മന്തി ഉണ്ടാക്കാൻ മറന്നുപോയി, അതാണ് സാരം. നമ്മൾ ബാക്കിയുള്ള കുറേ കറികൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ചമ്മന്തിയുടെ കാര്യം വിട്ടുപോയി. ഇപ്പോൾ നിതീഷ് ചേട്ടനാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ ഒട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കില്ല, കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രം കട്ട് ചെയ്ത് കഴിക്കും ഡയറ്റിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ ഇപ്പോൾ ഡയറ്റ് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇവർക്ക് എന്താ പറയുക, നമ്മുടെ ചിക്കനും കാര്യങ്ങളൊക്കെ വേണം ഇവരുടെ ഡയറ്റ് ചാർട്ടിൽ, അല്ലാണ്ട് കറക്റ്റ് ഫോളോ ചെയ്യുന്നില്ല. സോ ഇപ്പം അത് കുറച്ചിശയായാലും കഴിക്കുന്നുണ്ട്. പിന്നെ അച്ഛനാണെങ്കിലും രാവിലത്തെ ഫുഡ് കറക്റ്റ് ടൈമിന് കഴിക്കാന്നുള്ളത് ഇച്ചിരി മടിയുള്ള കാര്യം. നിഖിലാണ് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾ കേട്ടോ. നമ്മളപ്പോൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്താണ്. എങ്ങനെ കഴിക്കാൻ 1 2 3 അല്ലോട്ടന്നെ കാശി അയിനു അല്ലോ
ശരണമയ്യപ്പ ദേവനേ ശരണമയ്യപ്പ ദേവി ശരണമയ്യപ്പ പന്തളനാഥൻ വൽപുലിമേലെ വന്നെഴുന്നെള്ളും മാമലയിൽ മകരവിളക്കിൽ എനിക്ക് അത്ര ലൈന് അറിയുള്ളൂ, ബാക്കി ലൈനൊക്കെ ഞാൻ പറഞ്ഞു. ബോലയോമുയു ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദം ഹരിവർത്തനം വിശ്വവർത്തനം. ഓക്കെ, എവിടെ പോവാ? ക്ലാസ്സിൽ പോവാനായിട്ട് ഗെറ്റ് റെഡി. പിന്നെ ചെയ്യാൻ പോകാനൊന്നുമില്ല, ഞങ്ങൾക്ക് മേക്കപ്പ് ഒന്നും ഇല്ല അല്ലേ വേറെ. അപ്പൊ റെഡിയായി. പാറുമോളപ്പം ഞാൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വിട്ട് വന്നപ്പോഴത്തേനും അവിയലൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ക്യാബേജിനുള്ള ഒരുക്കങ്ങളായിരുന്നു കേട്ടോ അവിടെ. ഇത്രയും കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അതിപ്പം എന്താ പറയുക, ഞങ്ങൾക്ക് 3 പേർക്കും അത് ഒരേ ശീലമായി തുടങ്ങിയിരിക്കുകയാണ്. പണികളൊക്കെ ആദ്യം അമ്മയ്ക്കായിരുന്നു അത്, പിന്നെ അത് എനിക്കായി, ഇപ്പോൾ അത് കീത്തൂനും ഉണ്ട്. പണികളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കും. അപ്പോഴത്തേനും നേരം ഒരു വിധാവുണ്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സാധനം എനിക്കിപ്പോൾ ഭയങ്കര അഡിക്റ്റാണ്. അതായത് ഇതെനിക്കില്ലാണ്ട് പറ്റില്ല, അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തീരുമ്പോൾ പല പല സാധനങ്ങളായിട്ട് ഞാൻ മേടിക്കുന്നുണ്ട്. പക്ഷേ മക്കൾക്ക് അലർജി ഉണ്ടാകുമെന്ന് നോക്കണം കേട്ടോ. ഇവിടെ ഇവന്മാരാണെങ്കിൽ നല്ല കളി, ഇപ്പം നല്ല അസല് കടി അതിന് കിട്ടുന്നുണ്ടോ. മേത്ത് കയറാണ്ടിരുന്ന് കളിക്കുക. അയ്യോ വേണ്ടടി പൊന്നെ, വേണ്ടടാ. ഹൈ 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 പോടാണ് പോടാ. ആദ്യം ചാന്തും സഞ്ചപ്പനും എത്തി. അവരെത്തിയതിന് ശേഷം
അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത് കഴിക്കുന്നത് ഏകദേശം ഒരു 11 മണി 11:30 ആയ സമയത്താണ് കഴിക്കുന്നത്. ഇവനാണെങ്കിൽ വർക്ക് ഉണ്ട്, വേഗം തന്നെ ഇവന് പോകണവും ചെയ്യണം. അപ്പോഴത്തേനും അമ്മ ഓട്ടോറിക്ഷയിലെത്തി, അച്ഛൻ പിന്നാലെ വണ്ടിയിലെത്തി. ഇവിടെയൊക്കെ ഉള്ള ഒരു ചടങ്ങാണ് നമ്മൾ പ്രത്യേകിച്ച് പേരക്കുട്ടി ഇങ്ങനെ പോകുമ്പോൾ അവിടേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ പാപ്പൻ്റെ മോളുടെ അടുത്തേക്ക് അവരുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അമ്മയുടെ കൂടെ പോയൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ എന്താ കൊണ്ടുവരിക? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇവിടെ മെയിനായിട്ട് റവ, പഞ്ചസാര, അരിപ്പൊടി, ആട്ടപ്പൊടി, പിന്നെ അവിൽ, ശർക്കര, നേന്ത്രക്കൊല, പിന്നെന്താ മൈദപ്പൊടി, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് എനിക്ക് തോന്നുന്നു സ്വാമിമാർക്ക് വെച്ച് കൊടുക്കേണ്ട ഐറ്റംസ്. പിന്നെ എന്തെങ്കിലും വറവ്, പിന്നെ ഫ്രൂട്ട്സ്, ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവരിക. ഇപ്പോൾ ഈ ഒരാഴ്ചക്കിടയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വീട്ടിൽ വന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഈ പാറുവിനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം അച്ഛന് ക്യാമറ കാണുമ്പോൾ വെറും പുച്ഛം അല്ലേ നിങ്ങളുടെ ഫേസിൽ? വെറുതെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം ഞങ്ങൾ പുറത്തിരുന്ന് സംസാരിച്ചു. ഈ ഒരു വ്ളോഗ് ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അത് ഞാൻ വെട്ടിച്ചുരുക്കിയാണ് ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിൽ തൈരിൽ കുറച്ച് സവാളയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ അച്ഛൻ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ മാക്സിമം കറികളൊക്കെ വെച്ച് കൊടുക്കുക, അവരെ ഹാപ്പിയാക്കി വിടുക. ആ ഒരു സാധനം എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതലും ഇവിടെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധമാണ്. നമ്മുടെ വീട്ടുകാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് അച്ഛനമ്മയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അവർ എന്നെക്കാളും ഭയങ്കരമായിട്ട് അവർ കൺസിഡർ ചെയ്യും. ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ചീത്തയും കിട്ടും. ഇപ്പം ഞാൻ പാത്രത്തിൽ പാക്ക് ചെയ്യുന്നത് ചാന്തൂനും സഞ്ജുവിനും ഉള്ള ഫുഡാണ്. അപ്പോൾ അവർ വന്നത് ഒരു 11:30 നേരമൊക്കെ ആയപ്പോഴുള്ള ഫുഡ് കഴിച്ച് ചായ കുടിച്ചത്. ഞങ്ങളൊരു 1 മണി ആയപ്പോഴത്തേനും സഞ്ജുവിന് പോകേണ്ടതുണ്ടായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. അവനത് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചാന്തുവും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചാന്തുവിന് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ആളുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചാന്തുവിനും സഞ്ജുവിനും ഉള്ള ഫുഡ് നമ്മുടെ ചോറ്റും പാത്രത്തിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് പപ്പടവും വെക്കുന്നുണ്ട്. തൈര് വെക്കാൻ പാത്രം കിട്ടിയില്ല, അതുകൊണ്ട് അത് വെച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സഞ്ജപ്പനും ചാന്തും ഇറങ്ങായി ഗൈസ്. പാറുമോൾക്ക് ഞാനപ്പോൾ ആദ്യം ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാറുക്കുട്ടി എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് വിശന്നിട്ട് പാടില്ല എന്ന്. പാറു എന്തൊക്കെയോ എന്ന് എഴുതി പഠിക്കുകയാണ്. ഇത് അവളുടെ മൂഡാണ്, ഓരോ മൂഡാണ്. ആ മൂഡനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അതായത് ചിലപ്പം കഴിഞ്ഞ സെം എക്സാം കഴിഞ്ഞതാണ് ഇരുന്ന് എഴുതി പഠിക്കുന്നത്. ഏതോ അവൾക്ക് ഓർമ്മ വരുന്ന എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ അത് വെറുതെ കുത്തിയിരുന്ന് എഴുതി പഠിക്കും. സോ ഫണ്ണി അല്ലേ? ഞങ്ങൾ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാനും പോകാറില്ല. അത് അവളൊരു മൂഡനുസരിച്ചിരിക്കും. അപ്പോൾ അതേ നമ്മുടെ സ്വാമിക്കുട്ടന്മാർ സ്വാമിമാരെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. പിന്നെ നമ്മുടെ കണ്ണച്ചനും ഉണ്ട് കേട്ടോ. കണ്ണച്ചനും സ്വാമിയാണ്, അച്ഛനും മാറിയിട്ടിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടെയാണ് മലയ്ക്ക് പോണത്. പിന്നെ ഒരുപാട് ഷോർട്സിലൊക്കെ ആയാലും കമൻസ് വരുന്നുണ്ട്, ചേച്ചി എന്നാണ് മലയ്ക്ക് പോകണത് നിങ്ങളെന്ന് ചോദിച്ചിട്ട്. നമ്മൾ നവംബർ 24-ാം തീയതിയാണ് കേട്ടോ മലയ്ക്ക് പോണത്. വൈകുന്നേരം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കെട്ട് നിറച്ചിട്ടാണ് പോണത്. അച്ഛനും 2 അച്ഛന്മാരും നിഖിലും നിതീഷും പിന്നെ നമ്മുടെ പാറുമോളുമാണ് കേട്ടോ പോണത്. വേറെ ആരുമില്ല. പാറുമോൾ ഇവർക്ക് ഞങ്ങളൊരു സിനിമ ഇട്ട് കൊടുത്തു. അവിടെ സിനിമ കണ്ടിരിക്കാൻ പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഈ പറഞ്ഞ ഈ ബിസ്ക്കറ്റും 2 കൊല പഴവും ഈ പറഞ്ഞ സാമഗ്രികളൊക്കെ. പഴക്കൊല നമുക്ക് അവോയ്ഡ് ചെയ്യായിരുന്നു, പക്ഷെ എല്ലാം വന്നവരൊക്കെ പഴക്കൊല കൊണ്ടാണ് വന്നത്. അത് ഒഴിവാക്കിയിട്ട് സ്വാമിമാരുടെ അടുത്തേക്ക് പോക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ട്യൂഷന് അതിനു വേണ്ടിയാണ് ഈ തോത്ത്. ഇനിയിപ്പോൾ പാറുമോളെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാൻ പോവാണ്. രാവിലത്തെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു, ട്യൂഷൻ ക്ലാസ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ പാറുമോളെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണെന്ന്. കാരണം ഇവൾക്ക് ഭയങ്കര നിർബന്ധം ഇതിന് പോകണമെന്ന്.
ഇതിൽ പോയില്ലെങ്കിൽ ഇവളിവിടെ മറിക്കും. പിന്നെ ഞങ്ങൾ വിചാരിക്കും എന്തായാലും ഒരു നല്ല കാര്യമില്ലേ, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ പൊക്കോട്ടെ, അങ്ങനെ വിചാരിക്കും. അപ്പോൾ അതേ നമ്മുടെ അച്ഛനും അമ്മയും ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. കാശിക്കുട്ടൻ്റെ കുറുമ്പാണ് നിങ്ങൾ കാണുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്, എല്ലായിടത്തും വലിഞ്ഞ് കയറുന്ന സ്വഭാവമാണ്, ഭയങ്കര കുറുമ്പാണ്. അപ്പോൾ അതേ അച്ഛനും അമ്മ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് കാശിക്കുട്ടൻ പൊത്തി വലിഞ്ഞ് കയറുന്നുണ്ട്. നോർമലുള്ള വെളിച്ചത്തിനേക്കാളും എടുത്ത് കാണിക്കും. എട്ടില്ലെങ്കിൽ കണക്കല്ലേ. അപ്പോൾ കാശിമോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ടോ. അപ്പോൾ കാശിക്കൂട്ടന് സന്തോഷമായി, അച്ചാച്ചനും അമ്മാമ്മയ്ക്ക് സന്തോഷമായി. അങ്ങനെ അവർ പോവാണ്. അവർ എന്താ പറയുക, ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പോവാണ്. ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് പോകേണ്ട ഒരു ചടങ്ങുണ്ട് കേട്ടോ. കന്നിസ്വാമി അല്ലെങ്കിൽ അച്ഛൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് അച്ഛൻ മലയ്ക്ക് പോണത്. ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. നമ്മുടെ ഞാവലുണ്ടായിരുന്നല്ലോ, ഈ ഞാവൽ അങ്ങോട്ട് അവർ കട്ട് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിലായിരുന്നു, ഞങ്ങളിത് കണ്ടില്ല. ഞങ്ങൾക്കിത് ഭയങ്കര വിഷമമായിപ്പോയി. ഞാവല് നമുക്ക് അപകടമായതുകൊണ്ടാണ് വെട്ടിയത്, പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര വിഷമമായിപ്പോയി. അയ്യേ കീത്തുകാരയില് ഇതിൻ്റെ ഇടയിൽ ബേബി കൊച്ചായും ശാലിക്കൊച്ചായും മാമനൊക്കെ കൂടി വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പാറുവിനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങൾക്ക് ഞാവൽ വെട്ടി അത്ര വിഷമമായിരുന്നു. നമുക്ക് അത്രയും ഇതിൽ നിന്ന് കായകളുണ്ടായിരുന്നു. ഓരോ വർഷം കൂടുന്തോറും നല്ല സ്വാദും വലിപ്പമുള്ള കായകൾ കിട്ടിയിരുന്നത്. പക്ഷേ ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വെട്ടിക്കളഞ്ഞു. ആ വിഷമം മാറ്റാൻ കീത്തതേ അവില് നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടല്ലോ, വൈകുന്നേരം ശരണം വിളിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ചായക്ക് എന്തെങ്കിലും കൊടുക്കണം. അവിലാണ് ഇവരുടെ മെയിൻ. അതുകൊണ്ടാണ് അവില് നമ്മൾ ഇവിടേക്ക് കാണാൻ വരുമ്പോൾ അവില് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയേച്ചിയും ചേട്ടനും വന്നു, അവരും കണ്ടു. പിന്നെ വൈകുന്നേരം ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മുടെ ശരണം വെക്കേണ്ട സമയമായി, ശരണം വിളിക്കേണ്ട സമയമായി. ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ശരണം വിളി കുറച്ച് അധിക സമയമുള്ളൊരു ശരണം വിളിയാണ്. ഇവിടെ ഇങ്ങനെയാണ് ശരണം വിളിക്കുക. രാവിലെ ഫോട്ടോയുടെ എടുത്ത് വെച്ചോ പൂജാമുറിയിലുള്ളിലോ ശരണം വിളിക്കും. വൈകുന്നേരം മുറ്റത്ത് വിളക്ക് കത്തിച്ചതിന് ശേഷം പുറത്ത് നിന്നിട്ട് നമ്മൾ ശരണം വിളിക്കും. അപ്പം ഈ ലാസ്റ്റത്തെ ഈ കാണുന്ന ക്ലിപ്പ് രാത്രിയത്തെ ക്ലിപ്പാണ് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തു എന്നുള്ളൂ. നമ്മളിത് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാറുമോളാണ് വിളക്ക് കത്തിക്കാറുള്ളത്. വിളക്ക് വയ്ക്കാൻ പോണത് ഈ പറഞ്ഞ പോലെ നിങ്ങളിവിടെ എങ്ങനെയാണ് ശരണം വിളിക്കുക എന്ന് പറയുക. ഈ വീഡിയോൻ്റെ എൻഡിങ് നമ്മളെ വീട്ടിലെ ശരണം വിളിയാണ് കാണുന്നത്. ചില സമയങ്ങളിൽ അത് ഒരുപാട് നേരം ശരണം വിളിക്കും, ചില സമയങ്ങളിൽ കുറച്ച് നേരം ശരണം വിളിക്കും. മെയിൻ ശരണം വിളിയുടെ ആൾ നിഖിലാണ് കേട്ടോ. അപ്പോൾ പാറുമോള് ചില സമയത്ത് വിളക്കത്തിക്കും. ആരാണോ കൈ ഒഴിവുള്ളത് അതിനനുസരിച്ച് വിളക്കത്തിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വൃശ്ചികം 1 കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അയ്യപ്പന്മാർ പോണ വീടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണല്ലേ. നമ്മൾ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും സ്വാമി ശരണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ.
സ്വാമിയേ ശരണമയ്യപ്പ രാജാവേ സത്യമായ പൊന്നു പതിനെട്ടാം പടിയേ ശരണയ്യപ്പ പതിനെട്ടാം പടിക്കുടയ നാഥനേ സ്വാമിയേ പ്രിയനേ ശരണയ്യപ്പ ഗണപതി ഭഗവാനേ ശരണയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ സ്വാമിയേ സ്വാമിയേ